കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. മുണ്ടക്കയത്തു നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 8 പ്രതികളെയാണ് ചവറ പോലീസ് പിടികൂടിയത്. ഗുണ്ടാ നേതാവ് അലുവ അതുലിന്റെ കൊലപാതകത്തിൽ എല്ലാ പ്രതികളെയും ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8 പ്രതികളുടെ വാഹനവും പിടിച്ചെടുത്തു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെയും പ്രതികൾക്ക് സഹായം നൽകിയ 2 പേരെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. 4 പ്രതികളെ മുണ്ടക്കയത്തിന് സമീപമുള്ള മുരിക്കുംവയലിൽ നിന്നാണ് രാത്രി 11:30 പിടികൂടിയത്. കരുനാഗപ്പള്ളി സ്വദേശി വിഷ്ണു, കുലശേഖരപുരം സ്വദേശികളായ ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, നൌഫൽ എന്നിവരാണ് മുണ്ടക്കയത്ത് നിന്നും പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം കാറിൽ കൊല്ലത്തു നിന്നും കടന്നുകളഞ്ഞ 4-അംഗ സംഘം വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുവാനാണ് മുണ്ടക്കയം ഭാഗത്തേക്ക് വന്നത്. പ്രതികളെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലെ 26-ാം മൈലിൽ തടയാൻ ശ്രമിച്ചുവെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് വന്ന ഇവരെ മുണ്ടക്കയം എരുമേലി റൂട്ടിലെ പുത്തൻചന്തയിൽ വീണ്ടും പിടികൂടാൻ ശ്രമം നടത്തി. പോലീസിനെ വെട്ടിച്ച് എരുമേലി റൂട്ടിലേക്ക് വന്ന ഇവർ മുണ്ടക്കയത്ത് നിന്നും 4 കിലോമീറ്റർ മാറി അമരവതിയിൽ നിന്നും ഗ്രാമപ്രദേശമായ പുഞ്ചവയൽ റൂട്ടിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു. ഈ റൂട്ടിൽ മുരിക്കുംവയൽ ഗവൺമെന്റ് സ്കൂളിന് സമീപമെത്തി ചെറിയ റോഡിലൂടെ പോകാൻ ശ്രമിക്കുന്നതിനിടെ വണ്ടി റോഡിൽ കുടുങ്ങുകയും വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കരുനാഗപ്പള്ളിയിൽ വെച്ച് വെട്ടിക്കിട്ടിയ അതുലിന് പറഞ്ഞ ആള് തുടർന്ന് മരണപ്പെട്ടതും അതിൽ നമ്മൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 316/26 മർഡർ കേസ് രജിസ്റ്റർ ചെയ്തതും പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ഇവിടെയുള്ള സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സംഭവത്തിൽ ഉണ്ടായിരുന്ന മെയിൻ അക്യൂസ്ഡ് ആയില്ല 2 പേരെ നമ്മൾ പിടിച്ചു. പ്ലസ് അക്യൂസ്ഡ് ആയിട്ടുള്ള 3 പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിലൊരു ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. സോ ഈ ഗുണ്ടാ ആക്രമണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സോ നമ്മൾ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള നടപടികളിലും അന്വേഷണം ആക്ഷനിൽ പങ്കെടുത്ത 2 പേരും അക്യൂസ്ഡ് 2 പേരും പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന വണ്ടിയിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യവും ഞങ്ങൾ പിടിക്കും. അതിൽ യാതൊരു ഇൻടോളറൻസും കാണിക്കില്ല. സോ ദർ ഇസ് നോ ഇൻടോളറൻസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അതുലിനെ വെട്ടിക്കൊന്നത്. ജിം സന്തോഷ് വധക്കേസിലെ 1-ാം പ്രതിയായിരുന്നു അലുവ അതുൽ. ജാമ്യത്തിലിറങ്ങിയ ശേഷം സ്റ്റേഷനിൽ പോയി മടങ്ങുകയായിരുന്ന അതുലിനെയാണ് കാറിലെത്തിയ 4-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.